അവർക്കും ഈ ജീവിഷനിലേക്ക് ഹാർദവമായ സ്വാഗതം. ഏറെ പ്രതീക്ഷ നൽകുന്ന, ഏറെ ആശ്വാസകരമായിട്ടുള്ള, ഏറെ കാത്തിരുന്ന യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ വിഭാഗത്തിൽ നിന്നുള്ള ഒരു വാർത്തയുമായിട്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഈ വീഡിയോയിലൂടെ. അപ്പോൾ നമുക്ക് ഇനി യൂണിവേഴ്സിറ്റി ഡിഗ്രി അഡ്മിഷൻ ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള അവസാന അവസരം എന്നോണം നമുക്ക് പറയുവാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ ഇവിടെ നമ്മുടെ യൂണിവേഴ്സിറ്റി സൈറ്റ് ഫസ്റ്റ് ഇൻ്റർഫേസിൽ വന്നിരിക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ക്ലിക്ക് ഫോർ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇതുവരെയും യൂണിവേഴ്സിറ്റിയിൽ അപേക്ഷിക്കാത്തവർക്ക് പോലും വീണ്ടും അപേക്ഷിക്കാനുള്ള അവസരം നൽകിയിരിക്കുകയാണ് യൂണിവേഴ്സിറ്റി. അപ്പം ക്ലിക്ക് ഹിയർ ഫോർ രജിസ്ട്രേഷൻ എന്ന ലിങ്കിലൂടെ നമ്മൾ ആദ്യം ചെയ്തതുപോലെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. സംശയമുള്ളവർക്ക് ഇവിടെ നിന്ന് പ്രോസ്പെക്റ്റിക്സ് എടുത്ത് നോക്കാവുന്നതാണ്. ഇപ്പോൾ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഏറെക്കുറെ എല്ലാ കൂട്ടുകാരും ആഗ്രഹിച്ചിരുന്ന കാര്യമാണ്. നമുക്ക് ഓപ്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാറ്റുക എന്നുള്ളത്. അപ്പോൾ അത് മാറ്റുന്നത് എങ്ങനെയാണെന്ന് വളരെ കൃത്യമായിട്ട് ഓരോ സ്റ്റെപ്പും ഉൾപ്പെടെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ അഡ്മിഷൻ കിട്ടുവാൻ വേണ്ടി എങ്ങനെ ഓപ്ഷൻസ് ചേഞ്ച് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് എഡ്യൂവിഷൻ ഈ വീഡിയോയിലൂടെ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോയുടെ തൊട്ട് മുകളിലായിട്ട് ഒരു ഐ ബട്ടൺ കാണാൻ സാധിക്കും. അത് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്ലേ ലിസ്റ്റ്, നമ്മളുടെ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് അപ്ലോഡ് ചെയ്ത എല്ലാ വീഡിയോസും അടങ്ങിയ ഒരു പ്ലേ ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ നിന്ന് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി അഡ്മിഷനുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങൾ, കമ്മ്യൂണിറ്റി കോട്ട, മറ്റെല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഓപ്ഷൻസ് ചേഞ്ച് ചെയ്യാൻ, അതായത് നമ്മുടെ പ്രൊഫൈൽ എഡിറ്റ് ചെയ്യാൻ എങ്ങനെ പറ്റുമെന്ന് ഞാൻ നിങ്ങളിലേക്ക് അറിയിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഇവിടെ നമ്മുടെ ഫസ്റ്റ് ഇൻ്റർഫേസിൽ വന്ന് നമ്മളെപ്പോഴും ചെയ്യുന്നത് പോലെ നമ്മുടെ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുക. നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പറും അതുപോലെ പാസ്വേഡ് മറന്നു പോയിട്ടുള്ളവർ പേടിക്കേണ്ട, നമ്മുടെ സ്വന്തം ഡേറ്റ് ഓഫ് ബർത്ത് തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ ഐ ഡി നമ്മുടെ പ്രിൻ്റ് ഔട്ടിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അതിനുശേഷം നമ്മൾ വന്ന് നോക്കുമ്പോൾ നമ്മുടെ ഇവിടെ ഒരു പുതിയ ഓപ്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. എഡിറ്റ് പ്രൊഫൈൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ എഡിറ്റ് പ്രൊഫൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മതിയാകും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് വരുന്നത്. അത് നമുക്ക് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അക്കാഡമിക് ഡീറ്റെയിൽസ് ഉണ്ട്. അവിടെ എല്ലാം എഡിറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ലഭ്യമാണ്. അതെടുത്തുകൊണ്ട് നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനുശേഷം വരുന്നത് നമുക്ക് എല്ലാവരും ആഗ്രഹിക്കുന്നത് ഓപ്ഷൻ ഡീറ്റെയിൽസ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻ ഡീറ്റെയിൽസ് ചേഞ്ച് ചെയ്യാൻ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. നമ്മൾ മുമ്പ് ചെയ്തതുപോലെ തന്നെ നമ്മളിവിടെ എഡിറ്റ് എന്ന് പറയുന്ന ആ ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇത് നമുക്ക് ഫോണിൽ നിന്ന് തന്നെ വളരെ നിസ്സാരമായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് ഇനി പോകാൻ ആഗ്രഹമുള്ള, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കോഴ്സ് എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്ക് BSc കെമിസ്ട്രി എടുത്ത് നോക്കാം. അപ്പോൾ BSc കെമിസ്ട്രി ഞാൻ എടുത്തിട്ട് അതിനുശേഷം നമ്മൾ ഇതുവരെ വെച്ചിട്ടില്ലാത്ത ഒരു ഓപ്ഷൻ ആകട്ടെ, അല്ലെങ്കിൽ നമ്മൾ വെച്ചിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കട്ടെ, നമ്മൾ ക്യാൻസൽ ചെയ്ത് പോയ ഓപ്ഷൻ ആയിരിക്കട്ടെ, അങ്ങനെയുള്ള ഏത് ഓപ്ഷൻ ആയിക്കോട്ടെ, നമുക്കിപ്പോൾ ഇൻഡെക്സ് മാർക്ക് ഉണ്ടായിരിക്കും. ആ ഇൻഡെക്സ് മാർക്കിന് താഴെ ഏത് ഓപ്ഷൻ ഉണ്ടോ ആ ഒരു ഓപ്ഷനിലുള്ള കോളേജ് നമുക്ക് വെക്കാം. അപ്പോൾ നമുക്ക് അഡ്മിഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട് എന്ന് തോന്നുന്നത് നിങ്ങൾ നമ്മുടെ മുൻ വീഡിയോകൾ കണ്ടു നോക്കിയാൽ മതി. ഇൻഡെക്സ് മാർക്കും റാങ്ക് ലിസ്റ്റൊക്കെ അനാലിസിസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ള കോളേജുകളെടുത്ത് മുൻപന്തിയിലേക്ക് വെച്ച് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടിയുള്ളത്. അപ്പോൾ നമുക്കിങ്ങനെ കോളേജുകൾ സെലക്ട് ചെയ്യാം. അതിനുശേഷം ആഡ് യുവർ ഓപ്ഷൻ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ നമുക്ക് കൊടുക്കാവുന്നതാണ്. അതിന് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് പോലെ തന്നെ ഇവിടെ ആരോസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഓപ്ഷൻസ് ചേഞ്ച് ചെയ്യാനും മാറ്റാനുമുള്ള അവസരങ്ങളും ലഭ്യമാകുന്നതാണ്. അപ്പോൾ അതെല്ലാവരും കൃത്യമായിട്ട് വിനിയോഗിക്കുക. ഇത് നമ്മുടെ ഒരു അവസരമായിട്ട് നമ്മൾ കാണുക. നമുക്ക് കൃത്യമായിട്ട് ഓപ്ഷൻ വയ്ക്കുന്നതനുസരിച്ച് നമുക്ക് നമ്മുടെ അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതിന് അത് കൂടുതൽ ഉപകാരപ്രദമാകും എന്ന ഒരു വളരെ ഇൻഫോർമേറ്റീവായിട്ടുള്ള ഒരു വീഡിയോയാണിത്. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എല്ലാം നിങ്ങൾ പരമാവധി ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും ഇതിൽ നല്ല വിശേഷങ്ങളുമായി, ശുഭവാർത്തകളുമായി കണ്ടുമുട്ടാം. ബൈ ഫ്രണ്ട്സ്.